ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഷോർട്സ് ഇട്ടുണ്ടായിരുന്നല്ലോ ഞായറാഴ്ചത്തെ. അപ്പോൾ അതിൻ്റെ ബാക്കി വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ അയൺ ബോക്സ്. അപ്പോൾ അമ്മയാണെങ്കിൽ ചിങ്ങം 1-ാം തീയതിക്ക് ഇടാനുള്ള ചുരിദാർ സെറ്റ് സാരി കൊണ്ട് തയ്ക്കാനായിട്ട് പോകണം കേട്ടോ. ഒരു കസവിൻ്റെ ചുരിദാർ വേണമെന്ന് പറഞ്ഞിട്ട് സാരി അച്ഛന് ഒരു സെറ്റിൻ്റെ പാവാട തയ്ക്കണം. അതിൻ്റെ ബാക്കിന്ന് വേണം അമ്മയ്ക്ക് ചുരിദാർ തയ്ക്കാനായിട്ട്, അതായത് ചുരിദാറിൻ്റെ ടോപ്പ്. അപ്പോൾ ഉണ്ണി നല്ല ഉറക്കത്തിലാണ് കേട്ടോ. ഉണ്ണി എണീറ്റിട്ട് വേണം നമുക്ക് വീഡിയോ എടുക്കാനായിട്ട്. അച്ഛൻ ആണെങ്കിൽ ഏതോ യൂട്യൂബ് ചാനലിൽ ഒരു ഫിഷ് കറി അല്ല, ഫിഷ് ഫ്രൈയുടെ ഒരു മസാല കണ്ടെന്ന് പറഞ്ഞിട്ട് ആ മസാലയാണ് നമ്മുടെ മീനിൽ ട്രൈ ചെയ്തിരിക്കുന്നത്. അത് കാരണം നല്ലോണം അത് കരിയുന്നുണ്ട് കേട്ടോ. എത്ര കുറച്ച് സിമ്മിലിട്ടിട്ടും അത് കരിയാണ്. അപ്പോൾ സെൻറ്ററിലത്തെ 2 മീൻ മാത്രമാണ് മുരിഞ്ഞ് കിട്ടിയത്. ബാക്കി 2 മുരിയണേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതും കൂടെ മുരിയാനായിട്ട് വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നടുക്കിലെടുക്കുന്ന 2 മീനും കരിഞ്ഞ ആകെ പുകമയവും നല്ല പുകയൊക്കെയാണ് വരുന്നുണ്ടായിരുന്നത്. അപ്പം ഞാൻ വേഗം സെൻറ്ററിലത്തെ 2 മീനും കൂടിയിട്ട് എടുത്ത് വെക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് ബാക്കി 2 സൈഡിലത്തെ മീനുകളുണ്ടല്ലോ അറ്റത്തറ്റത്ത് കിടക്കണ്ടായിരുന്നത്, അപ്പോൾ അതിനെ നടുക്കിലേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മീനാണെങ്കിൽ എടുക്കാനും കിട്ടണില്ല, ഒട്ടിപ്പിടിച്ചിട്ട് ഭയങ്കരമായിട്ട് അടി പിടിക്കണ പോലെയായിരുന്നു. ഈ പാനിൽ വെക്കുമ്പോൾ അടിയൊന്നും പിടിക്കാറില്ല, പക്ഷേ ആ മസാലയുടെ പ്രത്യേകത കൊണ്ടാണെന്ന് തോന്നുന്നുണ്ട്. ആക്ച്വലാണെങ്കിൽ കുറേ കഷ്ടപ്പെട്ടതാണ് ഈ മസാല ഉണ്ടാക്കിയത്. അത് ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ഇതൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് അത് മിക്സിയിലൊക്കെ ഇട്ട് അടിച്ച് പച്ചമുളക് അങ്ങനെ എന്തൊക്കെയോ കുറേ ചെയ്തിട്ടാണ് എൻ്റെ കുട്ടി ആ മസാലയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. സാധനം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷേ ഇങ്ങനെ അടി പിടിക്കായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ മസാല ആരെങ്കിലും ട്രൈ ചെയ്തിട്ട് സക്സസ് ആയി ഇങ്ങനെ അടിയൊന്നും പിടിക്കുന്നില്ലാത്തവരുണ്ടെങ്കിൽ ആ ഇൻഗ്രീഡിയൻസും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ ബാക്കിയുള്ള മീനും എല്ലാതും മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി നേരം വെയിറ്റ് ചെയ്യാൻ നിന്നിട്ടുണ്ടെങ്കിൽ മൊത്തത്തിൽ അത് എന്താ പറയുക നാശമായി പോകും. അതായത് ഞാൻ വേഗം എടുത്തിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ്റെ പാവാടയ്ക്കുള്ള അളവാണ് അമ്മ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതെൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ പാവാട ഉണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമുള്ള പാവാടയായിരുന്നു. പക്ഷേ എനിക്കിപ്പോൾ ഇടാനായിട്ട് പറ്റില്ല. എന്താ വെച്ചാൽ എനിക്ക് ആരെ കൊണ്ട് അത് തീരെ എത്തില്ല. അത്രയും വണ്ണം വെച്ച് പോയിട്ടുണ്ട് ഞാൻ ഈ 2 കൊല്ലത്തിനുള്ളിൽ. ഉണ്ണീനെ കുറച്ച് ഉണങ്ങിയ ഡ്രസ്സുകളൊക്കെ അമ്മ മുകളിൽ നിന്ന് കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നിന്നിട്ട് അതൊക്കെ മടക്കി എടുത്ത് വെക്കാണ് കേട്ടോ. എന്തായാലും വെറുതെ നിൽക്കുകയാണ്. അവൻ എണീക്കാണെങ്കിൽ നമുക്കിനി വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ആ ഗ്യാപ്പിൽ ഇതൊക്കെ ചെയ്ത് വെക്കാമെന്ന് വെച്ചു. അപ്പം പിന്നെ എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവനെ റെഡിയാക്കുക, അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വീഡിയോ എടുക്കാം. അങ്ങനെയാണ് ഞാൻ വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ. അധികം തുണികളൊന്നും ഉണ്ടായിരുന്നില്ല, ഒരു 3-4 വെള്ള തുണികളും അതേപോലെ തന്നെ അവൻ്റെ ടബ്ബിലും പിന്നെ കഴിഞ്ഞ ദിവസം ഇട്ട് മാറിയിട്ടുണ്ടായിരുന്ന 2 ജോഡി ഡ്രസ്സും. ഇപ്പോഴാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കട്ടിലൊതുക്കേണ്ട അവസ്ഥയാണ് കേട്ടോ. ഒന്നും ഒതുക്കി എല്ലാതും മടക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടാവും. കുറച്ച് നേരം കഴിയുമ്പോൾ ആകെ അലമ്പായിട്ടുണ്ടാവും. അപ്പോൾ വീണ്ടും ഒതുക്കണം. പിന്നെ ഒന്ന് വൈകുന്നേരം വീണ്ടും വൃത്തികേടായിട്ടുണ്ടാവും. ഇപ്പോൾ ഒതുക്കണം. ഇതന്നെ ഒതുക്കൽ ഇപ്പം അത് മാത്രമാണ് പണി. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അച്ചു നിന്നിട്ട് പിറ്റേന്ന് ഹോസ്റ്റലിൽ കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ അതേ പാക്ക് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ഫസ്റ്റ് ക്രൈന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ഒരു കുഞ്ഞ് സോക്സ് ആണ് കേട്ടോ. ദ്രൂട്ടിന് വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഭയങ്കര ക്യൂട്ടായിട്ടുള്ള സാധനമായിരുന്നു. പക്ഷേ എനിക്ക് ഓർഡർ ചെയ്തപ്പോൾ തോന്നിയിട്ടുണ്ടായിരുന്നു ചെറിയ സൈസ് ആയിരിക്കും എന്നുള്ളത്. തന്നെ ഞാൻ ഒരെണ്ണാട്ടം മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. എത്തിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അവൻ്റെ കാലിൻ്റെ വിരലോട് കിടക്കില്ല, ബാക്കിയൊക്കെ ഓക്കെയാണ്. ഇത്തിരി ചെറുതാണ് സൈസ്. 0 to 3 ആണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവൻ്റെ കാലിന് കുറച്ച് വലുപ്പം കൂടുതലാണെന്ന് എനിക്ക് തോന്നിയത് കാരണം അത് അങ്ങോട്ട് പാകാവുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനത് റിട്ടേൺ ചെയ്യാമെന്ന് വെച്ചിരിക്കുകയാണ്. ചെറിയൊരു വിഷമം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഇഷ്ടപ്പെട്ടൊരെണ്ണം വാങ്ങിച്ചതായിരുന്നു. അതാണെങ്കിൽ ഈ ഒരു മോഡൽ 0 to 6 ഇല്ല, 0 to 3 വരുന്നുള്ളൂ. അപ്പോൾ ഇനി സാധാരണ സോക്സിൻ്റെ മോഡലാണ് കേട്ടോ കിട്ടുള്ളൂ. അപ്പോൾ ഇനി ആ ഒരു ഇത് കണ്ടുപിടിക്കണം. ഇനിയിപ്പോൾ എന്തായാലും വലിപ്പമില്ലാത്ത സാധനം കയ്യിൽ വെച്ചിരുന്നിട്ടും കാര്യമില്ലല്ലോ. അപ്പോഴേക്കും നമ്മുടെ റൂട്ടിനെ എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. എണീറ്റപ്പോൾ വലിയ അങ്ങോട്ട് നല്ല മൂഡിലല്ല, ചെറിയൊരു കിണുക്കത്തിലൊക്കെയാണ്. ഞാനപ്പോൾ വേഗം തന്നെ ഉണ്ണിയുടെ ഡ്രസ്സൊക്കെ മാറ്റി കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോയുടെ നമ്മുടെ ഉണ്ണിയുടെ കോസ്റ്റ്യൂം എന്ന് പറയുന്നത്. ഇതെനിക്ക് ആര്യാനും ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് തന്നെ എൻ്റെ നേച്ചറൊക്കെ കണ്ടിട്ട് പെൺകുട്ടിയായിരിക്കും എന്ന് വിചാരിച്ചിട്ട് പെൺകുട്ടികളുടെ ഡ്രസ്സ് ഉണ്ടാക്കിയത് എന്താണ് കേട്ടോ. നമ്മുടെ ക്രോഷറ്റില്ലേ അങ്ങനെ സെറ്റ് ചെയ്തതാണ്. എന്തോരം സമയം എടുത്തിട്ടായിരിക്കും അറിയാം. അതും അത്രയും ക്ഷമ വേണം ഇതൊക്കെ ഉണ്ടാക്കാനായിട്ട്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നല്ല ക്യൂട്ടായിട്ടുള്ള സാധനമാണ്. അപ്പോൾ ഇത് ഇട്ടിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് പെൺകുട്ടിയാക്കാമെന്നൊക്കെ വിചാരിച്ച് അതൊക്കെ ചെയ്തു. പക്ഷേ എങ്ങനെ എന്നാണ്ടായി അവനടഞ്ഞു, സമ്മതിച്ചില്ലേ വീഡിയോ എടുക്കാനായിട്ട്. അപ്പോൾ നമ്മളത് കാരണം പ്ലാൻ മാറ്റി വെച്ചു. അടുത്ത ദിവസം എടുക്കാമെന്ന് വെച്ചിട്ട് ഡ്രസ്സൊക്കെ മാറ്റി അവൻ്റെ പഴയ ഡ്രസ്സിലേക്ക് മാറിയിട്ടുണ്ട്. അങ്ങനെ അച്ചാച്ചൻ്റെ അടുത്ത് കളിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ ആ ഗ്യാപ്പിൽ വേഗം പോയി ചോറിനാന്ന് വെച്ചു. അവൻ ഇവിടെ അച്ചാച്ചൻ്റെ കൂടെ കിടന്ന് നല്ല കളിയിലാണ്. തൊട്ടിലിൻ്റെ ഇങ്ങനെ വള്ളി ഉണ്ടല്ലോ, അതിങ്ങനെ തൂങ്ങി കിടക്കുന്നുണ്ട്. അതാണ് അവൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സാധനം എന്ന് പറയുന്നത്. അതിൽ നോക്കി കിടക്കുക, ചിരിക്കുക, കളിക്കുക, അതൊക്കെയാണ്. അമ്മയാണെങ്കിൽ മുഖത്ത് പോലും നോക്കാണ്ടാണ് ഇരുന്ന് തയ്ച്ചുകൊണ്ടിരിക്കുന്നത്. തയ്ക്കലോ സമയം ഇപ്പോൾ ഒരു 11:30 ആയിട്ടുണ്ട് കേട്ടോ. ഇത് തയ്ച്ച് തുന്നിയൊക്കെ വെച്ചിട്ട് വേണം ഇനി കിടന്ന് ഉറങ്ങാനൊക്കെ ആയിട്ട്. അപ്പം പിന്നെ ഞാൻ എന്തായാലും വേഗം പോയി ചോറിനാന്ന് വിചാരിച്ചു. വീഡിയോ എടുക്കലും നടന്നില്ല. പിന്നെ ഉണ്ണി എന്തായാലും നല്ല കളിയിലാണ്. അപ്പോൾ പിന്നെ ഞാൻ വേഗം കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അച്ഛനും അമ്മയ്ക്കൊക്കെ കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചു. അച്ഛനും ഓൾറെഡി കഴിച്ചു തോന്നുന്നു, അമ്മയാണ് കഴിക്കാത്തുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ചോറ് എടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ രാവിലത്തെ സാമ്പാർ കൂട്ടാനുണ്ടായിരുന്നു. അതേപോലെ തന്നെ നമ്മുടെ മീൻ വറുത്തുണ്ടല്ലോ അതുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ മീൻ വറുത്തത്. പക്ഷേങ്കിൽ അടി പിടിക്കുന്ന ഒരു പ്രശ്നമാണ് ഉണ്ടായിരുന്നുള്ളൂ. അല്ലെങ്കിൽ മൊത്തത്തിൽ ആ മസാല നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ കഴിക്കുന്നതിലും വിട്ട് വെറൈറ്റി ആയിട്ട്, അതായത് വെറൈറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ഫ്ലേവേഴ്സും കൂടിയിട്ടുള്ള നല്ല
ടേസ്റ്റുള്ളൊരു മസാല തന്നെയായിരുന്നു അതിൻ്റെ. അപ്പോൾ ഞാനതെല്ലാം കൂട്ടിയിട്ട് ഇതേ വന്നിരുന്ന് അകത്തിരുന്ന് കഴിക്കുകയാണ്. അപ്പം ഞാനിന്ന് കഴിക്കുന്ന സമയത്ത് അച്ചു അപ്പുറത്ത് ഇരുന്നിട്ട് തേക്കുന്നുണ്ട് കേട്ടോ. ആൾക്ക് നാളെ ഇട്ട് കൊണ്ടുപോകാനുള്ള ചുരിദാറൊക്കെ ഇരുന്ന് തേക്കാണ്. ടി വി ആണെങ്കിൽ ചെറുതായിട്ട് നമ്മുടെ അടിച്ചു പോയിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ ഇലക്ട്രോണിക് സംഭവങ്ങൾക്ക് എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നുണ്ട്, ബാധയാണെന്ന് അറിയില്ല. ഒരെണ്ണം ശരിയാകുമ്പോൾ ഒരെണ്ണം നാശമാവും. ഇപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. അത് തന്നെ ടി വി വെച്ചിട്ടില്ല, ടി വി വെക്കാണ്ടാണ് ഞാൻ കഴിക്കണത് കേട്ടോ. എൻ്റെ ഈ വോയിസ് എടുക്കുന്നതിൻ്റെ ഇടയിലൊക്കെ ഒരു കോഴി കൂവണ സൗണ്ട് കേട്ടെ. കുറേ നേരം ഞാൻ ഒരു 5-8 വട്ടമായി കട്ട് ചെയ്ത് കളയുന്ന വോയിസ്, എന്നാൽ ഈ കോഴിയുടെ കൂവൽ നിന്നിട്ടില്ല. അപ്പോൾ അവസാനം ഞാനത് വെച്ചിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അതേ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞു ഞാൻ ചെറിയൊരു മേക്കപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ അതൊക്കെ എഴുകി ഒന്ന് തുടച്ച് കളഞ്ഞിട്ട് നേരെ ഞാൻ ധ്രുവട്ടിൻ്റെ അടുത്തേക്കാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നു. ധ്രുവട്ടെ കരയാണ്ട് നല്ല മോനായിട്ട് ഇതേക്ക് എടുക്കുന്നുണ്ട് കേട്ടോ. വാശിയൊന്നും പിടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി കുറച്ച് നേരം ഞങ്ങൾ കളിച്ച് ഇനി കുറച്ച് നേരം കഴിയുമ്പോൾ ധ്രുവട്ടിൻ്റെ പാലൊക്കെ എടുത്തിട്ട് വേണം കിടന്നുറങ്ങാനായിട്ട്. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോസ് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.